നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുന്നിലാണ്, അടൂർ. ഇവിടെ നാട്ടിൽ ഞങ്ങൾ ഒരു സർവേ എടുക്കുകയായിരുന്നു. ആൾക്കാരുടെ സ്വന്തം അയൽവാസികൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് പറയുന്നത്, ഒരു വ്യക്തിയുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് അത് എന്ത് പശ്ചാത്തലത്തിലായിരുന്നു എന്നുള്ളതും, അത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ആ നാട്ടിൽ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു നാട്ടിലെത്തി, സ്വന്തം നാട്ടിലെത്തി അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 10-24 പേരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ 2 കൂട്ടർ മാത്രമാണ് എഗനസ്റ്റായിട്ട് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം നല്ല പയ്യനാണ്, തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒതുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്, 4.5 വർഷം മുമ്പ് നടന്ന പീഡനങ്ങളും കഥകളും മെസ്സേജുകളും ഒക്കെയാണ് ഈ MLA ആയി ഈ 2ാം മാസം കടന്നു വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയമായ ഒരു വൈരം ആണ് ഇതിന് പിന്നിലെന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഉള്ള കുത്തിത്തിരിപ്പാണ് ഇതിന് കാരണമെന്ന് പറയുന്നവരുണ്ട്. എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം ഞങ്ങൾക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞങ്ങൾക്ക് ചെറിയ വിരോധം ഉണ്ടായിരുന്നു. അദ്ദേഹം MLA ആയി കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചു. സോണി കല്ലറയ്ക്കലാണ് വിളിച്ചത്, ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഈ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയണം, പാലക്കാടിനോട് ഈ നന്ദി എങ്ങനെയാണ് നിങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ ഒരു അടുത്ത പ്രാവശ്യം UDF വരുമ്പോൾ എന്തൊക്കെയായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ എന്നുള്ള യുവ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് ഞങ്ങൾ കൃത്യമായി അദ്ദേഹത്തെ ബോധിപ്പിക്കുകയും ചെയ്തു. ഞാൻ ആർക്കും അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാറില്ല. അതായത് ഞങ്ങളൊക്കെ ഓൺലൈൻ ചാനലാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇൻ്റർവ്യൂ തരാം. അപ്പോൾ വലിയ ചാനലുകൾക്കേ അദ്ദേഹം കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ല, ചെറിയ ചാനലുകൾക്കും അല്ലെ ഓൺലൈൻ ചാനലുകൾക്കും അങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങ് കൊടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ചാനലുകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി, മറുതടഞ്ഞു കൊടുത്തു, അതേപോലെ 4th കൊടുത്തു. അത് 5-6 ചാനലിന് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്ത് പിന്നെ ഒന്നിനും കൊടുത്തില്ല എന്നായിരുന്നല്ലോ അങ്ങ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങൾ കേട്ടതിൻ്റെ കുഴപ്പമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഷൗട്ട് ചെയ്തു. ഞങ്ങൾ ഫോൺ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളൊക്കെ ഈ സോണി എന്ന് പറഞ്ഞാൽ നേരത്തെ KSUവിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ KSUവിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷേ ഞാൻ വേറെ റൂട്ട് മാറിപ്പോയി, നിങ്ങൾ ഇപ്പോൾ അതിനകത്ത് തന്നെ നിന്നതുകൊണ്ട് നിങ്ങൾ ആ നേതാവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു ഒട്ടും ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടാകാവുന്ന ഒരു മറുപടി എന്താണോ, നമ്മളിപ്പോൾ പലരെയും കാണാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനെ കാണാറുണ്ട്, അതേപോലെ തന്നെ VT ബൽറാമിനെ കാണാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, അതേപോലെ തന്നെ എൽദോസ് ഉണ്ട്, വിഷ്ണുനാഥിനെ കാണാറുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മളോട് ചെല്ലുന്ന ആൾക്കാരോട് കേൾക്കാനും അവരോട് മറുപടി പറയാനും ചിരിക്കാനും ഒക്കെ ഉള്ള സന്മനസ്സും അവർക്ക് ഒന്ന് കാര്യം പറയുമ്പോൾ അവർ പറയും, ഇപ്പം നമുക്ക് അതിനുള്ള സമയമല്ല, കുറച്ച് കഴിയട്ടെ, ഒരു 5-6 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കുക, നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയൊക്കെ പറയാം. അതല്ലാതെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഞാൻ ആർക്കും കൊടുക്കാറില്ല, ഞാൻ തരില്ല എന്ന് പറയത്തക്ക കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് അത് പറയാമോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സന്ദേഹം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഇപ്പോൾ ഇത് വിഷയം നിങ്ങളുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ താടിക്ക് തീ പിടിക്കുമ്പോൾ നമ്മൾ ബീഡി കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ചവിട്ടാൻ പാടില്ല. കൃത്യമായി ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകുന്നതിന് മുമ്പ് ഈ ആൾക്കാരൊക്കെ മുന്നോട്ട് വരാതിരുന്നത്? MLA ആകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് വരാതിരുന്നത്? കൃത്യമായി അതിനൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ പ്ലാനിങ്ങിൽ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ശക്തമായ കരുനീക്കം നടത്തിയിരിക്കുന്നു. ഒരാൾ ട്രാൻസ്ജെൻഡറായ ഒരാളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ എന്നൊരു മീഡിയ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തീർത്തോളാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് പറഞ്ഞു പോയ ആൾ പരാതിയുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത ദിവസം വരികയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ പിന്നെ അവരെ എങ്ങനെ സ്വാധീനിച്ച് ഈ വലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരാളിൻ്റെ വളർച്ചയെ തീപ്പൊരി പോലെ വളർന്നു വന്ന, കാരണം അങ്ങനെ ആർക്കെതിരെ ശക്തമായി സംസാരിക്കാനും കൃത്യമായി നിലപാടുകൾ പറയാനും കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിക്കാനും കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ K. സുധാകരന് ശേഷം ശക്തമായൊരു സാന്നിധ്യമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്, മാങ്കൂട്ടത്തിനുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ തല്ലി തകർക്കുക എന്നുള്ളത് എതിർ പാർട്ടികളുടെ സ്വപ്നമായിരുന്നു. കാരണം അവർക്ക് നാവടച്ച് കിട്ടേണ്ടതുണ്ട്. അടുത്ത UDFൻ്റെ ഭരണം വരാതിരിക്കാൻ അതിനകത്ത് ശക്തരായ ആൾക്കാരെ അടിക്കേണ്ട വടി അവർക്ക് എന്താണ് എന്നറിയാം. കൃത്യമായി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്.
ഓണമാകുന്നു. ഓണത്തിൻ്റെ മാവേലി സ്റ്റോറുകളിലേക്കൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവിടെ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. അവിടെ കൃത്യമായി സാധനങ്ങളില്ല എന്ന് പറയുന്നുണ്ട്. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വിവാദം എടുത്തിട്ടത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായമില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ വളർച്ചയെ നമുക്ക് രാഷ്ട്രീയമായി നേരിടാം, പക്ഷേ അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിലൂടെ ഒരാളെ തളർത്താൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾ നേരത്തെ നടത്തിയൊരു ചർച്ചയുണ്ടായിരുന്നു. ഞാനും സോണി കല്ലറയ്ക്കലും കൂടി നടത്തിയൊരു ചർച്ചയിൽ ഞാൻ കൃത്യമായി ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചും അവലോകനം ചെയ്ത കൂട്ടത്തിൽ, അതേപോലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയും അതേപോലെ തന്നെ ഇദ്ദേഹം നല്ലൊരു വകുപ്പ് കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം, ഒരു ചർച്ച ഞങ്ങൾ നടത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് വളരെയധികം ആൾക്കാർ വ്യൂവേഴ്സായിട്ട് വന്നു. ധാരാളം കമൻറ്റുകൾ വന്നു, ധാരാളം ഫോൺ കോളുകൾ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അപ്പോൾ ആ വിഷയം അത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കാണുകയും ഈ സുഹൃത്തുക്കൾ ഞങ്ങളോട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കൽ കാണണം, സന്ദർശിക്കണമെന്ന് പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ അവരുടെ ഇന്ന് നമ്പർ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറി. അത് ഞങ്ങളുടെ ചരിത്രമാണ്, ഞങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്തെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തെങ്കിലും മമതയോ സ്നേഹമോ വിശ്വാസമോ വെച്ചിട്ടല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു ചെറുപ്പക്കാരന് അവൻ വീണ് കിടക്കുകയാണ്, അവൻ ഈ സമയത്തല്ല ചവിട്ടേണ്ടത്. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റേതായ പ്രായത്തിൽ പറ്റിയ തെറ്റുകളാവാം, അത് അവൻ തിരുത്തേണ്ടതാകാം, അത് തിരുത്തട്ടെ. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇവരെക്കാട്ടിലൊക്കെ ഇപ്പം CPM-നെക്കാട്ടിലും BJP-ക്കാരെക്കാട്ടിലും ഒക്കെ ശക്തമായ ദ്രോഹം ചെയ്തിരിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ല. ഒരു പരാതി വരുമ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ തന്നെ 2-3 പ്രതിനിധികളെ ഈ കുട്ടികളുടെ അടുത്തേക്ക് വിട്ടിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് വിട്ട് അവരോട് ചർച്ച നടത്തി അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിയിലേക്ക് എഴുതി വാങ്ങിയിട്ട് പാർട്ടിയിൽ നടപടിയെടുക്കാമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരാളിനെ കൃത്യമായി തേജോവധം ചെയ്യാൻ കോൺഗ്രസ്സുകാർ തന്നെ കൂട്ടുവന്നു. ഇദ്ദേഹം തന്നെയാണ് രാജിവെച്ചത്, സ്വന്തം ഇഷ്ടപ്രകാരം ധാർമ്മികത മുൻനിർത്തി രാജിവെച്ചു എന്ന് മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി അറിയാം വളരെ സമ്മർദ്ദം അദ്ദേഹത്തിന്. ഇത്രയധികം ഒരു യുവാവ് ആ നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് ആരെങ്കിലും ഒരു ഗോഡ് ഫാദർ കൊണ്ട് പ്രതിഷ്ഠിച്ചതല്ല. നല്ല മത്സരത്തിലൂടെ, കടുത്ത മത്സരത്തിലൂടെ കടന്നു വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഇങ്ങനെ നിസ്സാരമായി എടുത്തു കളയാനുള്ളൊരവസരമായി അദ്ദേഹത്തിനെതിരെ മത്സരിച്ചവരും ആ സ്ഥാനം ആഗ്രഹിക്കുന്നവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ഇവരാരും പിന്തുണച്ചില്ല. അതുപോലെ ഇപ്പോൾ MLA സ്ഥാനം കൂടെ രാജിവെപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, അല്ല എനിക്കെതിരെ എൻ്റെ MLA സ്ഥാനം രാജിവെപ്പിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഞാൻ പലരുടെയും കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും എന്ന് ഭീഷണി മുഴക്കിയതോടുകൂടി കോൺഗ്രസ് ഒന്ന് ഒതുങ്ങി. അപ്പോൾ അദ്ദേഹത്തെ 6 മാസം സസ്പെൻഷനിലേക്കായിരിക്കുന്നു. കാരണം കുറ്റം ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് അതിനകത്തുനിന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും ആരും ഇതുവരെ ഈ പരാതിക്കാർ 9 പേരുണ്ടെന്ന് പറഞ്ഞാലും അവരാരും കോടതിയുടെ മുന്നിലേക്ക് വരികയോ പോലീസിൻ്റെ മുന്നിൽ പോയി ഒരു പരാതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇവരൊക്കെ കൃത്യമായി അദ്ദേഹത്തോട് സംസാരിച്ച് ഓഡിയോ റെക്കോർഡിംഗ് ആക്കി അത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് അതിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ്. അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുക എന്നുള്ളത് അറിയാം. തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർക്ക് സാമ്പത്തികമായ ബെനിഫിറ്റുകൾ ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായി ആരോ കളിച്ചിട്ടുണ്ട്. ആ കളിയിലൊന്നും വീഴാതെ ഇരിക്കട്ടെ. എത്രയോ പേര് മുകേഷ് ഉണ്ടായിരുന്നു, അത് മുകേഷ് MLA ആണ്. അതേപോലെ ഗണേശൻ ഉണ്ടായിരുന്നു, ഗണേശൻ മന്ത്രിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് അടുത്തൊരു കേസ് വരുന്നതോടുകൂടി ഇത് തേഞ്ഞു മാഞ്ഞു പോകും എന്ന് നമുക്കറിയാം. എന്തായാലും ശക്തനായിട്ട് തന്നെ അദ്ദേഹം നേടിയെടുത്ത കഴിവുകളൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. കുറച്ചുകൂടെ വിനയം ആകാം, കുറച്ചുകൂടെ ജനങ്ങളുമായിട്ട്, സ്വന്തം നാട്ടിലെ ജനങ്ങളുമായി കുറച്ചുകൂടെ സമ്പർക്കമാകാം എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കാം. കാരണം ഇവിടെ ആൾക്കാർക്ക് ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിലൊന്നും ശക്തമായി ഇടപെടുന്ന ഒരാളല്ല എന്ന് എന്തെങ്കിലും അവർക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശക്തനായി ജനങ്ങളോടൊപ്പം ഉത്സവങ്ങളിലും അത് പള്ളികളിലെ പരിപാടികളിലും ഇവിടുത്തെ ചെറിയ ചെറിയ പരിപാടികളിലും എല്ലാം പങ്കെടുത്ത് ജനങ്ങളോട് രാവിലെ ഇവിടെ ഇറങ്ങി നാട്ടുകാരോട് കുറച്ച് നേരം കുശലം പറഞ്ഞ് ഒക്കെ ഒരു നല്ല നാട്ടുകാരനായി മാറുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഉപദേശിക്കാനുള്ളത്. കുറച്ചുകൂടെ വിനയമാകാം. കോൺഗ്രസിൻ്റെ
ഒരു ഭാവം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിനയാന്വിതരാണ് അവർക്ക്. ധാർഷ്ട്യം അത്രമാത്രം പ്രകടിപ്പിക്കുന്നവരല്ല. അപ്പോൾ ആ രീതിയിലൊക്കെ കുറച്ചുകൂടെ മിതത്വം പാലിക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതൊക്കെ ഇന്നൊരു കാറ്റ് വന്ന് അത് ഒരു കരിയില പോലെ പറന്നു പോകും. നാളെ ശക്തനായി നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ശക്തനായ സൂര്യനായി ഉദിച്ചു നിൽക്കണം. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി ഇനിയും ആ തെറ്റിലേക്കാരും പോകാതിരിക്കാനും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനും ഒക്കെ അങ്ങക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.